സദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് കാലാവസ്ഥാ വ്യതിയാനത്തെക്കുറിച്ചുള്ള ഒരു കൊച്ചു പ്രസംഗമാണ്. പണ്ട് കാലം മുതൽ സന്തുലിതമായ കാലാവസ്ഥാ സംവിധാനം പ്രകൃതി തന്നെ നമുക്ക് ഒരുക്കി തന്നിരുന്നു. കൃഷിക്കായി ഒരു കാലാവസ്ഥ, പൂക്കൾക്കായി ഒന്ന്, ഫലവർഗ്ഗങ്ങൾക്കും കായ്കറികൾക്കായി മറ്റൊന്ന്, ഇങ്ങനെ മനുഷ്യന് മണ്ണിൽ ജീവിക്കാൻ ആവശ്യമായതെല്ലാം ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാലാവസ്ഥ നമുക്ക് കിട്ടിയിരുന്നു. മഴയും കാറ്റും വേനലും മഞ്ഞും എല്ലാം മുമ്പ് മനുഷ്യന് പ്രവചിക്കാൻ പറ്റിയിരുന്നു. എന്നാൽ ഒരു ഋതുക്കളും നമ്മുടെ പ്രവചനത്തിന് അതീതമല്ല. അനവസരത്തിലുള്ള കാലാവസ്ഥാ വ്യതിയാനം നമ്മുടെ കൃഷിയെയും മറ്റു സാരമായി ബാധിക്കുന്നു. മഴയും വേനലും എല്ലാം വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ കിട്ടാതെയും അല്ലാത്ത സമയം അതികഠിനമായി ലഭിക്കുകയും ചെയ്യുന്നു. ഇതിനെല്ലാം കാരണം മനുഷ്യൻ തന്നെ. ശുദ്ധവായുവും തണലും തന്നിരുന്ന മരങ്ങളെ നമ്മൾ വെട്ടിനശിപ്പിച്ചു. ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് അഹങ്കരിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും വെള്ളപ്പൊക്കവും വരൾച്ചയും കൊടുങ്കാറ്റും എല്ലാം തുടർക്കഥയാകുന്നു. ഇനിയെങ്കിലും പ്രകൃതിയെ സംരക്ഷിച്ചെങ്കിൽ ഈ ഭൂമിയിൽ ജീവി അവസാനിക്കുന്ന കാലം ദൂരമല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ കൊച്ചു പ്രസംഗം നിർത്തുന്നു. നന്ദി, നമസ്കാരം.